Hi dears, welcome back to our family. അപ്പം ഇന്ന് നമ്മുടെ വ്ളോഗ് ഇപ്പൊ ഇവിടെ എത്ര മണിയായി? 5 മണിയാവാറായി. ഈവനിങ് വ്ളോഗൊന്നോ കാശിയുടെ നമുക്കൊരു ഡേ എടുക്കാം. അവിടെ ഷോപ്പിൽ വന്നിട്ടുള്ള വികൃതിയും കാര്യങ്ങളും ഒക്കെ എടുക്കാം. കാര്യം ഞാൻ റൂമിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കാണിക്കാനൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ ഇടുന്നതൊക്കെ ഇഷ്ടമാവുന്നുണ്ട്, സംസാരം ഇഷ്ടമാവുന്നുണ്ട്. ഒത്തിരി സന്തോഷം. പിന്നെ ലെങ്ത് കൂട്ടാൻ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെങ്ത് കൂട്ടിയാലേ ചിലർ പറയും മടുപ്പാ, അത്രയും ലെങ്ത് വേണ്ട, വീഡിയോ കാണാൻ തോന്നില്ല എന്ന് പറയും. അതുകൊണ്ടിട്ടാണ് ലെങ്ത് കൂട്ടാതെ ഞാൻ കുറച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയുള്ളതേ അത് കണ്ടോ, അത് പുതിയ പള്ളി വരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന ടൈമിൽ പള്ളിയിൽ എപ്പോഴും വാങ്ങും കാര്യങ്ങളും ഒക്കെ കേൾക്കും. ഒരു ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. ഇപ്പോൾ പള്ളി പണിയുന്നോണ്ടിട്ട് അത് കേൾക്കാനില്ല. പിന്നെ അടുത്തൊക്കെ പള്ളികളുണ്ട്, എന്നാൽ കൂടിയിട്ട് നമ്മുടെ റൂമിന് തൊട്ടടുത്താൽ ഭയങ്കര ഇതായിരുന്നു, എപ്പോഴും വാങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം നമ്മൾ ഷോപ്പിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഷോപ്പിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു. ഹായ്, നല്ല ഫോട്ടോതാ. ആരെടുത്തു വന്നു? കല്യാണത്തിന് മുമ്പുള്ള പോലെ ഉണ്ടടാ. ഇതേണക്കുള്ള കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ്. അതിൻ്റെ അകത്തൊക്കെയാണ്. നല്ല രസമായിരുന്നു അന്നത്തേക്ക് ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എടേ, ഈ ഫ്ലാറ്റിലൊക്കെ എത്രയാവും റെന്റ്? 2700, 3500. വേണ്ട, നമ്മുടെ ഫ്ലാറ്റിന്റെ റെന്റ് ആരാണ്ട് ചോദിച്ചു. നമ്മുടെ ഫ്ലാറ്റിന് എത്രയാണ് റെന്റ്? 900 ദിറംസേ ഉള്ളൂ കേട്ടോ. അത് അപ്പാർട്ട്മെന്റാ. നമ്മളെ മുന്നത്തെ വാടകയാണ്. പുതിയ വാടക അത്ര ഒന്നല്ല. പുതിയ വാടക 1500, 1600 അല്ല. പഴയത് ഒരു അറബിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അവര് മറ്റേ ഏജൻസിക്കോ അല്ലല്ലോ എന്തോടാ, റിയൽ എസ്റ്റേറ്റുകാർക്ക് കൊടുത്ത്. ഇപ്പം അതുകൊണ്ടിട്ട് റേറ്റ് കൂടി. അല്ലാതെ കുറേ നാൾ മുന്നേ എടുത്ത, ഏതാണ്ട് 9 വർഷം മുമ്പ് എടുത്ത ഫ്ലാറ്റ്, അമ്മയുടെ ഫ്ലാറ്റ്. അതുകൊണ്ടിട്ടാണ് ആ ഒരു റേറ്റ്. അമ്മ ഇവിടെ വന്നിട്ട് 14 വർഷമായി. 18 വർഷമായി. അപ്പോൾ ആ റേറ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് നോക്കണം. നമ്മുടെ റൂമിൽ നിന്നൊരു 5 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ നമ്മുടെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റൊക്കെ നോക്കുമായിരുന്നു, എവിടെയെങ്കിലും ഒരിടത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ടോ, അതിനകത്താണ് നമ്മുടെ ചമ്മന്തിക്കട ഉള്ളത്. ഈ ഇടയ്ക്ക് കാശി ബേബി ഇനാഗുറേറ്റ് ചെയ്ത കടയുണ്ടല്ലോ, ഒരു കഫ്റ്റേരിയ ആണ്. ഭയങ്കര വലിയ കഫ്റ്റേരിയ ഒന്നുമല്ല കേട്ടോ, ചെറുതാണ്. ഞങ്ങൾ നടന്ന് ഷോപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേനാണ് അതേണ്ട് കാശി ബേബി അപ്പിയിട്ട് അങ്ങനെ ഞാൻ തിരിച്ച് റൂമിൽ കൊണ്ടുവന്നു. ആനന്ദിനെയും കൂട്ടിയിട്ടായിരുന്നു പോയത്. കാര്യം സ്റ്റെപ്പെല്ലാം കൂടെ കാശിനെ എടുത്തിട്ട് കയറുകയെന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോഴത്തേനും അമ്മ പഴയ പെട്ടി എല്ലായിടത്തും പുറത്തിട്ടായിരുന്നു. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ ഡ്രസ്സ് ഇവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ആ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെക്കുമായിരുന്നു. ഇപ്പം എനിക്ക് ഒരുവിധം ഡ്രസ്സൊന്നും ഇപ്പോൾ കയറുന്നില്ല. വയറ് വലുതായപ്പോഴത്തേന് എല്ലാം ടാസ്ക്കാണ്. അപ്പോൾ അതെല്ലാം അമ്മ നോക്കുമായിരുന്നു. അതാണ് ആനന്ദിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഷോപ്പിലെ സ്റ്റാഫാണ് കേട്ടോ. സ്റ്റാഫിനെ പോലെ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ അനിയനെ പോലെയാണ്. അപ്പോൾ അവനെയും കൊണ്ടിട്ടാണ് വന്നത്. അപ്പോൾ സ്റ്റെയർ കയറി ഇറങ്ങുന്നത് പാടാണ് കാശിനെയും കൊണ്ടിട്ട്. അതുകൊണ്ടിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാശിനെ എടുത്തിട്ട് ഇറങ്ങാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ ഷോപ്പിൽ പോരുന്നു. കാശിക്കുട്ടനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് കാശിക്കുട്ടൻ പണി തന്നു, അപ്പിയിട്ടു. പിന്നെ റൂമിൽ പോയി. അവിടെ നിന്ന് ഇവിടെ നടക്കാനേ കുഴയും. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ റൂമിൽ പോയി വാഷ് ചെയ്തിട്ട് കൊണ്ട് നിർത്തിയേക്കും. പൊട്ടിച്ചു തരാം. എനിക്ക് കഴിക്കാൻ പോകണം. നമ്മുടെ പുഡിങ് ഉണ്ടല്ലോ, സ്ട്രോബെറിൻ്റെ പുഡിങ്ങാ, ഉള്ളിൽ ജെല്ലുള്ളത്. പക്ഷെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആള് കഴിച്ചോളൂ. അതിൻ്റെ ഇടയ്ക്ക് ആനന്ദ് ജ്യൂസ് ഇവനും എനിക്കും കൂടെ മേടിച്ചുകൊണ്ട് തന്നെ. ഇതിൻ്റെ സ്പൂൺ എടുക്കാൻ ഞാൻ മറന്നു. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലേ കഴിച്ചോളൂ.
वो पैसा हमको मिलेगा नहीं तुम्हें क्या बोल रहा वही मैं बोल रहा हूँ ना आज जल्दी बताओ मैं ड्यूटी നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം തന്നെ, മറ്റേ കൊക്കോ स्मेल कैसा है അതിൻ്റെ പുഡിങ്, ഉള്ളിൽ ജെല്ലുള്ള ടൈപ്പ് ഉണ്ടല്ലോ. കസ്റ്റമർ ഉണ്ട്. ये रखे इसलिए बोल रहे നാളെ ഈ പർച്ചേസിങ്ങിന് പോകണം, അതിൻ്റെ ലിസ്റ്റൊക്കെ ഇടുന്നവർ. നാളെ ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, മിക്കവാറും സാറ്റർഡേ പോവുള്ളൂ. वो अच्छा है जो ऐसा മമ്മി തരാം ഇങ്ങനെ. पानी का में लिक्विड डालते हैं वो है ना तो वो यूज क्यों नहीं करते वो यूज करने का नहीं മൊത്തം കഴിക്കുമല്ലോ, എനിക്ക് വേണം പകുതി. क्या फायदा उसमें कुछ ഞാൻ അതിനിടയ്ക്ക് एक ही तरह എനിക്ക് ചില സീരിയലുകൾ ഇഷ്ടമാണ്. ना चुट्टू ഇവിടെ മറ്റേ ഇതൊന്നും കിട്ടത്തില്ല, ഹോട്ട്സ്റ്റാർ ഒന്നും കിട്ടത്തില്ല. കുതിര എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് വെബ്സൈറ്റ്, അതിനകത്ത് നിന്നാണ് കാണുന്നത്. ലീഗലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അമ്മ പറഞ്ഞു തന്നെ അതിനകത്ത് കാണാൻ പറ്റുമെന്ന്. ഞാൻ പവിത്രം കാണും, ചെമ്പനീർ പൂവാണ്. ചെമ്പനീർ പൂവില അരുൺ ചേട്ടനെ അറിയാമോ, സച്ചി, അത് കാണും. പിന്നെ കുടുംബശ്രീ ശാരദ, ഈ 3 എണ്ണം കാണും. വേറൊന്നും കാണൂല, വേറൊന്നും എനിക്ക് ഇഷ്ടമല്ല. വൈകുന്നേരത്തെ പരിപാടി ഇതൊക്കെ തന്നെ. ഇവിടെ വന്ന് ഞാൻ കണക്ക് ഇരിക്കും, കാശി എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കും. കൊടുത്ത് പുഡിങ്ങെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കാനെടുത്ത ജ്യൂസോ ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഭയങ്കര ടേസ്റ്റൊന്നുമല്ല, കുഴപ്പമില്ലാത്തൊരു ഐറ്റം. അത് ഞാൻ കുടിക്കാനെടുത്തപ്പോൾ അവൾ തന്നെ മേടിച്ച് തന്നെ സ്ട്രോ ഒക്കെ ഇട്ടിട്ട് കുടിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ വലിച്ചെടുക്കാനൊക്കെ പഠിച്ചു കേട്ടോ, അതൊക്കെ ശീലമായിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യേണ്ടത്, എൻ്റെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ എല്ലാ സീരിയലും ഒന്നും കാണില്ല, ഏതെങ്കിലും 2-3 എണ്ണം അത്രയേ ഉള്ളൂ. പിന്നെ കാശി ഇവിടുന്ന് ഓടി അവിടെ പോകും, അവിടുന്ന് ഓടി ഇവിടെ വരും. അങ്ങനെ ഷോപ്പിൻ്റെ അകത്ത് ഇരിക്കാൻ കാശിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ആൾക്ക് എപ്പോഴും പുറത്ത് നിൽക്കുന്നതാണ് ഇഷ്ടം. പുറത്ത് നല്ല തണുപ്പാണ്, പിന്നെ വണ്ടികൾ പോവും. അപ്പം വീട്ടിലായിരിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ നല്ല രസമാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് പിള്ളേരൊക്കെ വന്നിട്ട് ഗ്ലാസിൻ്റെ സൈഡിൽ നിൽക്കും. അവർക്കിത് കാണുമ്പോൾ എന്തോ ഭയങ്കര സംഭവം കണക്കാണ് ആ ഫിഷിൻ്റെ സാധനം. ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടേ. അയ്യോ, ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സീരിയലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ടൈം പാസ്. ओयो कौन है गाची ओयो दा बोल ना काशी काशी दा ना അയ്യോ പപ്പയുടെ പൊന്നെ പോളി ചാഞ്ഞില്ലേ വേ ഇനി ഞാൻ പെടുട്ടോ ഡെയിലി ഇതായിരിക്കാം ഇതെന്നാ അവന് പഴംപൊരി എന്തിനാണ് അതിനെ കരയിപ്പിക്കുന്നത് അവന് കാശിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആനന്ദ് ഒരു പന്ത് മേടിച്ചകത്തിട്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കളി കഴിഞ്ഞിട്ട് പിന്നെ ആളിതാണ് എൻ്റെ മടി കയറാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനീ പറഞ്ഞാൽ കുരങ്ങന്മാരുടെ കണക്കാണ്. ഇവിടുന്ന് ഓടി അവിടെ പോവും, അവിടുന്ന് ഓടി ഇവിടെ വരും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ മടിയിൽ കയറാനുള്ള തത്രപ്പാടാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ ലാപ്പിൻ്റെ അത് സീരിയൽ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആൾക്ക് അതിനകത്ത് കാർട്ടൂൺ കാണണം. അതിനാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. കുറേ നേരമൊക്കെ അങ്ങനെ ഇരിക്കും, എപ്പോഴും അടങ്ങിയൊന്നും ഇരിക്കത്തില്ല കേട്ടോ. കുറേ നേരം നോക്കിയിരിക്കും, ഫോണ് പിടിക്കണം, അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ അങ്ങനെ ഇപ്പോൾ ഫോൺ കൊടുക്കാറില്ല, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലാപ്പിൻ്റെ അകത്ത് കാർട്ടൂൺ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പം മറ്റേ ചെസ്നട്ട് ഉണ്ടല്ലോ, അത് പുഴുങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെസ്നട്ട് കഴിച്ചിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് നമ്മുടെ തായ്ലാൻഡിൽ പോയ ടൈമിലായിരുന്നു. അന്നേരം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ചെറുതായിരുന്നു, ഒരുപാട് വലുതല്ലായിരുന്നു, കുറച്ച് ചെറുതായിരുന്നു. ഇതൊത്തിരി വലുതാണ്. പക്ഷേ നമുക്കത് ബോയിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ആവറേജ് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കൊണ്ടുവന്നുകൊണ്ടിട്ട് ഞാൻ ഇരുന്ന് കഴിച്ചു. കാശിക്ക് കൊടുത്തപ്പോൾ കാശിക്ക് ഇഷ്ടമായില്ല. അവനങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും പിടിക്കണമെന്നില്ല.
ചിലത് മാത്രമേ പിടിക്കത്തുള്ളൂ. ഇതും അത്ര എനിക്ക് ഭയങ്കര സംഭവമായിട്ട് ഞാൻ പറഞ്ഞല്ലോ തോന്നിയില്ല. നമ്മുടെ ഇത് ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഇങ്ങനെ ഈ കപ്പക്കിഴങ്ങ് പുഴുങ്ങിയുണ്ടല്ലോ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ബേബിക്കുള്ള വെള്ളം ഞാൻ ബോട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെള്ളം അല്ലാതെ അവൻ കുടിക്കും കേട്ടോ, ബോട്ടിൽ തന്നെ കുടിക്കണമെന്നില്ല. ബോട്ടിലിൻ്റെ അടുത്തെടുത്ത് നോക്കുമ്പോൾ എനിക്കൊരു കണക്കുണ്ടാവും, ഒരു ദിവസം ഇത്ര കൊടുത്തു എന്നൊരു കണക്കുണ്ടാവും. അതുകൊണ്ടിട്ട് കഴിവതും ബോട്ടിൽ കൊടുക്കാൻ നോക്കാറുണ്ട്. പിന്നെ ബോട്ടിൽ അങ്ങനെ അവിടെ പാലൊന്നും കുടിക്കില്ല കേട്ടോ. അത് കപ്പിൻ്റെ അകത്ത് പാല് കാച്ചി കൊടുത്തു കഴിഞ്ഞാൽ കപ്പിൻ്റെ അകത്ത് കുടിക്കും. ഞാൻ എന്ത് കഴിക്കാൻ എടുത്താലും അത് ആൾക്ക് വേണം, പക്ഷെ ആൾക്ക് ഇഷ്ടമാകത്തില്ല. അപ്പോൾ അതെടുത്ത് കളയും. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ എടുത്ത് കളയും. ഭയങ്കര വികൃതിയാണ് കേട്ടോ ഇപ്പോൾ, മുന്നത്തേനേക്കാളും വികൃതി ആയിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇപ്പം അടുത്ത ഗോകുൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, അടുത്ത ആൾ വരുമ്പോഴത്തേനും എന്താവും എന്നൊരു പിടുത്തവും കിട്ടത്തില്ല, കൊച്ചിനെടുത്തിട്ട് ഉപദ്രവമായിരിക്കും. ചട്ടമ്പിയാണ് കാര്യം, അതുകൊണ്ടിട്ടാണ്. എന്താവോ എന്തോ ഇല്ലടോ കാശി, എന്താവോ എന്തോ. പിന്നെ ഞാൻ ഇത് പഴംപൊരി ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അവിടുത്തെ ചമ്മന്തിക്കട എന്ന് പറഞ്ഞ കട, അവിടെ ഇത് ചായയും സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ചേട്ടൻ്റെ അടുത്തുനിന്ന് ഇത് പഴംപൊരി മേടിച്ചിട്ടുണ്ടായിരുന്നു. പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് എണ്ണയൊക്കെ ഒപ്പിക്കളഞ്ഞിട്ട് കൊടുക്കും. കൈ കൊടുക്കുമ്പോൾ ആൾ തന്നെ കടിച്ച് കഴിച്ചോളൂ കേട്ടോ. സ്വന്തമായിട്ട് കഴിക്കാനൊക്കെ പഠിച്ചുകൊണ്ടിട്ട് എനിക്ക് വലിയ പാടില്ല എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. പിന്നെ ഇതിനിടയ്ക്ക് മടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ദേണ്ടേ അത് കത്തിയുടെ ആ സാധനമാണ്, പക്ഷേ അതിനകത്ത് കത്തിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് കളിച്ചോട്ടെന്ന് വിചാരിച്ച് കൊടുത്താളുണ്ടോ. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര വികൃതിയാണ്, അതുകൊണ്ടിട്ട് ഭയങ്കര പാടാണ് മേയിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടേ ഇല്ല, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പോകണം, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ദേവി വന്നിട്ടുണ്ടായിരുന്നു. കാശിനെ കൊണ്ട് ദേവി നടക്കാൻ പോകും. ഇനി ഞാൻ പോകും. അവൾ നടന്നിട്ടൊരു 9 മണി 9:30 ആകുമ്പോഴത്തേനായിരുന്നു ഷോപ്പിലേക്ക് വരുന്നത്. ആ സമയമാകുമ്പോഴത്തേന് കാശിനെ അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. കാര്യം ആ സമയമാകുമ്പോഴത്തേന് പോയി കഴിഞ്ഞിട്ട് കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള സമയത്തേക്കില്ലേ. ഞങ്ങൾ വരുമ്പോഴത്തേന് 10-12 മണിയാവും. ഞാൻ സംസാരിക്കുന്നതിനാണ് കേട്ടോ ഇത്. ഇതിനിടയ്ക്ക് ഗോകുൽ പുറത്ത് പോയപ്പോഴത്തേന് അതിൻ്റെ കൂട്ടത്തിൽ കാശി പുറത്തിറങ്ങി പോയിട്ടുണ്ട്. ആനന്ദ് പിന്നെ അവനെ മേയിച്ചുകൊണ്ട് നടക്കുകയാണ് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഫുട്പാത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ് കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. ഞാൻ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തട്ടി ഗോകുലിനെ ശല്യം. അടങ്ങിടാ, കച്ചവടം തീറ്റ നടക്കട്ടെ. ഏത് ഡിസ്പ്ലേ കയറുന്നാണെന്നില്ല, 2 സർവീസ് ആയില്ലേ. ഓയ്യോ, പപ്പയുടെ പൊന്നിട്ട് വഴക്ക് പറഞ്ഞു. പപ്പയുടെ പൊന്ന് വഴക്ക് പറഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ സമയം കഴിഞ്ഞു. സമയമല്ല, ഇപ്പം 1:44 12:44 1 മണി ആവാനായി. കാശിന് രാത്രി ഒരു 9:30 ആയപ്പോഴത്തേന് അനീത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. കാശി പുറത്തായിട്ടാണ് ഫുഡ് കഴിച്ചത്. ഓ ടാറ്റ. ഞങ്ങൾ കടയൊക്കെ ക്ലോസ് ചെയ്ത് ഇറങ്ങുന്നേ ഉള്ളൂ. ഇന്നെന്തോ ഒരു പയ്യനുണ്ടായിരുന്നു, ആ പയ്യനെ കാരണം ഞങ്ങൾ താമസിച്ചു. കച്ചവടം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു ആ യുദ്ധം നടന്നതിന് ശേഷം. ഏത് യുദ്ധം? ആ ശരി, യുദ്ധം നടന്നതിന് ശേഷം മൊത്തമായിട്ട് മോശമായിക്കൊണ്ടിരിക്കുക. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മാത്രമല്ല കേട്ടോ, മാർക്കറ്റ് മൊത്തം പ്രശ്നം. ഇപ്പം ദുബായ് മാർക്കറ്റിനൊക്കെ തന്നെ വിളിച്ചേക്കുക, മൊത്തം പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഉറക്കമായിരുന്നു. ഇനി റൂമിൽ ചെന്നിട്ട് അവൻ എന്തെങ്കിലും കഴിക്കണം, എനിക്ക് വേണ്ട. UAE കൺട്രിയിൽ മൊത്തം ഉണ്ടാവണം, നമുക്ക് മാത്രമല്ല. ഹോൾസെയിൽ മാർക്കറ്റ് ചെയ്യും തരാവും. നല്ല ജോലിക്ക് പോയിട്ടുണ്ടെങ്കിലും അത് ശമ്പളം കിട്ടിയാലേ എനിക്ക് 2 പേര്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ഞങ്ങൾ ഇനിയിപ്പോൾ റൂമിൽ ചെല്ലുക, ഗോകു എല്ലാം കഴിക്കണം. ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങും. കാശിന് എനിക്ക് വിശക്കുന്നില്ലേ? ഞാനൊരു ബർഗർ കഴിച്ചായിരുന്നു.
അപ്പോൾ ഇത്രയുള്ളൊരു ജ്യൂസും കുടിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് നൈറ്റ് ആണോ പറയണ്ടേന്നൊന്നും അറിയാൻ വയ്യ. കുഴഞ്ഞു. എനിക്കവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ അവിടെ ഇരിക്കുക, സീരിയൽ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്സ് കാണുക, അത്രയൊക്കെ തന്നെയാണ് എൻ്റെ പണി. എന്നാലും കുഴഞ്ഞു. ഇത്രയും നേരം ഇരിക്കുന്നില്ലേ, അങ്ങനെ കുഴഞ്ഞു. അപ്പോൾ ശരി, ടാറ്റ.